അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം എവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ സദുദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതികൂലമായ കാലാവസ്ഥകളിലൂടെയാണ് ലോകം മുഴുക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഭീകരമാം വിധം ചൂട് കൂടുകയും മറ്റു ചില ഉഷ്ണപ്രദേശങ്ങളിൽ വലിയ അർത്ഥത്തിലുള്ള മഴ പെയ്യുകയും ചിലയിടങ്ങളിൽ വലിയ അർത്ഥത്തിലുള്ള വരൾച്ചകൾ ബാധിക്കുകയും ചെയ്യുന്ന, മനുഷ്യൻ്റെ പ്രവചനങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത വിധം വളരെ ഭീകരമായ അർത്ഥത്തിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണുന്ന കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, എല്ലാ മുസ്ലിം സംഘടനകളുടെയും നേതാക്കളും, വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത നേതൃത്വവും പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും മഴയില്ലാത്ത കാലത്തെ ഭീകരമായ ചൂടിൻ്റെ കാലത്ത് സത്യവിശ്വാസികൾക്ക് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സുന്നത്തായി കാണിച്ചു തന്നതാണ്. നബി തിരുമേനിയുടെ ശേഷവും മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്തുമെല്ലാം അതിഭീകരമായ വരൾച്ചയുടെ കാലങ്ങളിൽ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകളുടെ ഒപ്പമുള്ള നമസ്കാരത്തിൻ്റെയൊക്കെ രീതികൾ, സുന്നത്തുകൾ അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട ഒന്ന്, 1400 കൊല്ലം മുമ്പ് തന്നെ ഖുർആൻ പറഞ്ഞ ഒരു സത്യം ഇവിടെ ഇങ്ങനെ പുലരുകയാണ്. ചിലപ്പോൾ ആ ആയത്തുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുതിയ കാലത്തിൻ്റെ മുമ്പിലെങ്ങാനും പ്രസ്താവ്യമായിട്ടുള്ള ആയത്തുകളാകുമോ അത് എന്ന ചോദ്യം മനസ്സോട് ചോദിക്കാറുണ്ട്. അത്രമേൽ സത്യസന്ധമായി ആധുനിക സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിലാണ് പരിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു വലിയ മുന്നറിയിപ്പ് നമ്മൾ കാണേണ്ടത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലും കരയും മുഴുവൻ നാശോന്മുഖമായി കഴിഞ്ഞു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള കുഴപ്പങ്ങളാൽ, മനുഷ്യകരങ്ങളുടെ പ്രവൃത്തി മൂലമുണ്ടായിത്തീരുന്ന പ്രശ്നത്താൽ കടലും കരയും നാശോന്മുഖമായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അതിലെ കുറച്ചൊക്കെ അവരെ തന്നെ
അവരെ തന്നെയും അതിനെ അനുഭവിപ്പിക്കാൻ കഴിയും വിധം അത്തരം വലിയ അദാബുകൾ, അത്തരം വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധം അവർ ചെയ്ത പ്രവൃത്തികളുടെ ദോഷഫലങ്ങൾ അവിടെ തന്നെ സംഭവിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ഇന്നത്തെ ഈ പുതിയ കാലത്തെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്ന് ആധുനിക ലോകത്തെ ശാസ്ത്രകാരന്മാരും പറയുന്ന ഒന്നാണ്. ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് സാധാരണ ശാസ്ത്രലോകം വിശേഷിപ്പിക്കാറുള്ളത്. ആന്ത്രോപോജനിക്കാണ്, മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടായിത്തീർന്ന ഒന്നാണ് ഇന്നത്തെ ഈ പ്രകൃതി ദുരന്തങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നിരന്തരമായ ഉഷ്ണതരംഗങ്ങളും കടൽ പോലും കത്തുന്ന വിധം ഭീകരമായി തീർന്നിട്ടുള്ള ഒരു വലിയ ഉഷ്ണത്തിൻ്റെ പ്രവാഹമെന്ന പോലെ നിലനിൽക്കുന്ന പുതിയ കാലത്തിൻ്റെ ഭൂമിയുടെ അവസ്ഥയുമെല്ലാം ഇതുകൊണ്ടുണ്ടായിത്തീർന്നതാണ് എന്ന് ആധുനിക ശാസ്ത്രലോകത്തിൻ്റെ വലിയ വലിയ പഠനങ്ങൾ നിരന്തരം നടക്കുന്നു. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം, ക്ലൈമറ്റ് ചേഞ്ചസ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകുന്ന അർത്ഥത്തിലേക്ക് ശാസ്ത്ര ലോകത്തിൻ്റെ പ്രവചനങ്ങളുണ്ടാകുന്നു. അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ ഇന്നും ലോകം എത്രയോ വലിയ 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 സമ്മിറ്റുകൾ, ഇൻ്റർനാഷണൽ ഗവൺമെൻറ്റൽ സമ്മിറ്റുകൾ, അന്തർദേശീയ സർക്കാർ തല മഹാസമ്മേളനങ്ങൾ, ഉച്ചകോടികൾ. ആ ഉച്ചകോടികളിൽ മുഴുവനും ചർച്ച ചെയ്തത് എന്താണ്? എങ്ങനെയാണ് മനുഷ്യരോഗത്തെ, മാനവരാശിയെ ഉറ്റുനോക്കുന്ന ഈ ഭീകരമായ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് സാധ്യതയാണുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. അത്രമേൽ മനുഷ്യൻ തന്നെ ചെയ്തു വച്ചിട്ടുള്ള തിന്മകളുടെ ഫലം, മനുഷ്യൻ്റെ സൗകര്യങ്ങളുടെ വിപുലമായ അർത്ഥത്തിലുള്ള അതിൻ്റെ വികസിപ്പിക്കൽ, അതുണ്ടാക്കിയെടുക്കുന്ന ഭീകരമായ അർത്ഥത്തിലുള്ള വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾ, ഭൂമിയെയും ആകാശത്തെയും മനുഷ്യൻ കൊല്ലാൻ. ചിലപ്പോൾ മഴ വരാത്തോടത്ത് പിന്നെ അവിടെ അത്തരം മേഘക്കൂട്ടങ്ങളെ കൊണ്ടുവന്നിട്ട് ആ മേഘക്കൂട്ടങ്ങളെ തന്നെയും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് അതിനെ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ. ശരിക്കു പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സ്തനകുംഭങ്ങളെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്, മിനൽ മുസ്ന് എന്നാണ്. അതിമനോഹരമായൊരു കാവ്യഭാഷയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാർമേഘങ്ങളെക്കുറിച്ച് പറഞ്ഞത്. മിനൽ മുസ്ൻ, പ്രപഞ്ചത്തിൻ്റെ സ്തനകുംഭങ്ങൾ. ആ സ്തനകുംഭങ്ങളിൽ നിന്നൊരമ്മ ചൊരിഞ്ഞു തരുന്ന സ്നേഹം പോലെ മഴമേഘക്കൂടുകളിൽ നിന്ന് വരുന്ന അതിമനോഹരമായിട്ടുള്ള മഞ്ഞുകൾ പെയ്യുന്ന പോലെ, തുഷാര ബിന്ദുക്കൾ പോലെ പെയ്യുന്ന മഴ. അള്ളാഹുവിൻ്റെ വിശേഷണം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്. ആ അമ്മയെപ്പോലെ പവിത്രവും നിഷ്കളങ്കവുമായി നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സ്തനകുംഭങ്ങളെ പൊളിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യൻ്റെ ദുരന്തത്തെക്കുറിച്ച് പിന്നെന്ത് പറയാൻ? അതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രലോകം ഭയക്കുന്ന വലിയ അർത്ഥത്തിലുള്ള മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. മേഘസ്ഫോടനങ്ങൾ, ക്ലൗഡ് ബ്ലാസ്റ്റിങ്സ്. ആ മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് വലിയ അർത്ഥത്തിലുള്ള പ്രളയമുണ്ടാകുന്നു. പെട്ടെന്ന് മനുഷ്യർ, പെട്ടെന്ന് ജീവജാലങ്ങൾ, പെട്ടെന്ന് ഭൂമി തന്നെയും ഒഴുകിപ്പോകുന്ന അവസ്ഥകൾ, ലാൻഡ് സ്ലിപ്പിങ്ങുകൾ ഉണ്ടാകുന്നു. 2 ആഴ്ചകളായി ഇപ്പോൾ മരുഭൂമി എന്ന് പറയാവുന്ന ഒരു ഊഷരമായ മരുക്കാട്ടിലാണെന്ന് വെള്ളപ്പൊക്കം. UAE-യിലും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ പ്രാന്തങ്ങളിലുമെല്ലാം നമ്മളത് കാണുന്നു. മധ്യേഷ്യ എന്ന് പറയുന്ന മരുഭൂമിയിലേക്ക് പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ടായി തീരാവുന്ന ഭീകരമായ വെള്ളപ്പൊക്കത്തിൻ്റെയും അതുണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ കാഴ്ചകൾ നമ്മൾ അതിൻ്റെ വാർത്തകൾ നിരന്തരം വിതരണം ചെയ്യപ്പെടുന്നു. മറുഭാഗത്തോ അത്രയൊന്നും ചൂട് ഇക്കാലത്തിൻ്റെ മുമ്പെങ്ങാനും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇന്ന് AC ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഓടിക്കയറി മറ്റൊരു AC-യിലേക്ക് നമ്മളൊക്കെ അറബ് സമൂഹം മാത്രം പരിചരിച്ചിരുന്ന, അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന ശൈലിയിൽ കേരളത്തിൻ്റെ ഓരോ പള്ളിയും AC ആക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങനെ ഇല്ലാത്തൊരു പള്ളിയിൽ ഇപ്പോൾ പോകാൻ പറ്റാത്ത വിധം അത്ര വലിയ ചൂടിലേക്ക് കേരളമെന്ന് പറയുന്ന ഈ സംസ്ഥാനം എടുത്തെറിയപ്പെടാൻ. ഞാൻ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളെ അങ്ങനെ താരതമ്യം ചെയ്യാത്തത്, നമ്മൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുതരം സമശീതോഷ്ണാവസ്ഥയിൽ ജീവിച്ചു പോയിട്ടുള്ള ഒരു കാലാവസ്ഥാ സംവിധാനമായിരുന്നു കേരളത്തിൽ.
അവിടെയാണിപ്പോൾ 42 ഡിഗ്രി സെൽഷ്യസ് ചൂട് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതിനേക്കാളും അപ്പുറം അതവസാനം സൂര്യാതപത്താൽ മനുഷ്യൻ മരിച്ചു പോകുന്ന, ജീവജാലങ്ങൾ ചത്തൊടുങ്ങിപ്പോകാവുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകുന്നത്. അതാണ് പരിശുദ്ധ ഖുർആനും പറഞ്ഞു തരുന്നുണ്ട്. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, കടലും കരയും നാശോന്മുഖായി. കടലുമായി എന്താ കടലിൻ്റെ പ്രശ്നം? കടലിൻ്റെ പ്രശ്നവും മനുഷ്യൻ തന്നെ ചെയ്തു വച്ചിട്ടുള്ള തിന്മയാണെന്നാണ് ഞാൻ പറയല്ല, ആധുനിക ശാസ്ത്രലോകം പറയുന്നത്. നിങ്ങൾക്കത് പഠിക്കാൻ വേണമെങ്കിൽ എത്രയോ ലേഖനങ്ങൾ കിട്ടും, വായിക്കാൻ എത്രയോ ശാസ്ത്രീയമായ ലേഖനങ്ങൾ ലഭ്യമാവും. വെറുതെ വായിക്കാതെ പറയാണെന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങളത് കേൾക്കേണ്ടത്. ഒട്ടേറെ കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ലേഖനങ്ങൾ വായിക്കാൻ കിട്ടും. അവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്: ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ചസ് എന്നാണ്. ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ചസ്, മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം എന്നർത്ഥം. മനുഷ്യനിർമ്മിതമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന്. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആനും പറഞ്ഞത്. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങളാൽ ഉണ്ടായിത്തീർന്ന വലിയ കുഴപ്പങ്ങൾ ഭൂമിയുടെ കടലും കരയും നാശോന്മുഖമാക്കി കളഞ്ഞിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അന്നങ്ങനെ ആയിരുന്നില്ലല്ലോ. 1400 കൊല്ലം മുമ്പ് ഈ ഭൂമിയിലെ, പ്രത്യേകിച്ചും കടലിലെ അതിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥിതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള ഒരു പഠനവും ഇല്ല. കാരണം ഇത്രമേൽ ഹരിതഗ്രഹ പ്രഭാവത്താൽ ഭൂമി ഇത്രമേൽ ചുട്ടുപൊള്ളുന്ന ഒരു കാലം ഈ കഴിഞ്ഞ 18, 19, 20, 21 നൂറ്റാണ്ടുകളിലൂടെ മാത്രം ഉണ്ടായിത്തീർന്നതാണ്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതിന് ശേഷം, മനുഷ്യൻ്റെ സൗകര്യങ്ങൾ, വികസിതമായ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ത്വര കൊണ്ട് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സൗകര്യങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ, ഇവിടെ AC ആകുമ്പോൾ ഇതിനപ്പുറത്തേക്ക് തള്ളുന്ന, അത് ഒമിറ്റ് ചെയ്യുന്ന അതിൻ്റെ എമിഷൻസ്, അത് തള്ളുന്നത് പോലും ഇതേ സംഭവം തന്നെയാണ്. ഈ ഹരിതഗ്രഹവാതകങ്ങളാണ്. അങ്ങനെ ഓരോന്നിൽ നിന്നും, റെഫ്രിജറേറ്ററിൽ നിന്ന്, AC-യിൽ നിന്ന്, കാറിൽ നിന്ന്, എല്ലാത്തരം ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നും തള്ളുന്നതെല്ലാം, വലിയ വലിയ ഫാക്ടറികളിൽ നിന്ന് എല്ലാം കാർബൺ ഡൈ ഓക്സൈഡുകൾ തള്ളുന്നു. അതുപോലെയുള്ള മറ്റു വാതകങ്ങളും തള്ളുന്നു. ആ വാതകങ്ങളെല്ലാം കൂടി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഘനീഭവിച്ച് നിൽക്കുന്നു. സൂര്യതാപം പോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഇതേ സംഭവം തന്നെ സൂര്യൻ്റെ അതേ തപോശക്തിയോടുകൂടെ വരുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതായത് മനുഷ്യൻ അവൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി തള്ളുന്ന ഇത്തരം ഹരിതഗ്രഹ വാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അവയെല്ലാം കൂടി ഉണ്ടായിത്തീരുന്ന, അതെല്ലാം കൂടി സമ്മിശ്രമായി ഘനീഭവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ അതുമൊരു സൂര്യൻ്റെ ചൂടിനേക്കാളും വലിയ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം. അങ്ങനെ വരുമ്പോഴോ കടലിൻ്റെ 3000 അടിയോളം വരെയും കടൽ ചൂട് പിടിക്കുന്നു എന്നാണ്. കടൽ കത്തുന്നു എന്ന് പറഞ്ഞു ഖുർആൻ. കടൽ കത്തും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു വിഡ്ഢിത്തമാണെന്ന്. കടൽ കത്തും. 3000 അടിയോളം കടൽ ചൂട് പിടിച്ചിട്ട് അതിൻ്റെ സ്ഥായിയായ ഭാവത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഹിമപാളികൾ, വലിയ വലിയ ഹിമപാളികൾ, ആ ഹിമപാളികൾ ഉരുകും. അപ്പോഴോ കടൽ കരയിലേക്ക് കവരും. അപ്പോഴോ വലിയ വലിയ മഹാപട്ടണങ്ങൾ, വലിയ തുറമുഖ നഗരങ്ങൾക്ക് 100 കൊല്ലത്തിൻ്റെ ആയുസ് പോലും പറയാനാവൂല എന്ന് പറയുന്നതും ശാസ്ത്രമാണ്. നമ്മുടെ നാടിൻ്റെ കൊച്ചു പട്ടണം എന്ന് പറയാവുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിൻ്റെ കൊച്ചു പട്ടണമാണ് കൊച്ചി. അതൊരു 100 കൊല്ലത്തിനുള്ളിൽ എവിടെ എത്തും എന്നതിനെക്കുറിച്ചൊക്കെ ആശങ്ക പറയുന്നു. ബോംബെ നഗരം ആശങ്ക പറയുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ്, അതുണ്ടാക്കിയെടുക്കുന്ന വലിയ അർത്ഥത്തിലുള്ള പ്രതിഫലനങ്ങളെന്ന്, പ്രത്യാഘാതങ്ങളെന്ന് ശാസ്ത്രലോകം പഠിച്ചു പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആയത്ത് ഇന്നലെ വന്നതാണോ? ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമാണ് ഈ ആവാസ വ്യവസ്ഥിതികളെ നിലനിർത്തുക എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അക്കമിട്ട് പറഞ്ഞതാണ്. നമ്മളിങ്ങനെ സൂക്ഷ്മമായി ഖുർആൻ ഇങ്ങനെ വായിക്കുക.
അപ്പോൾ കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഭൂമിയെ കുഴപ്പമുണ്ടാക്കരുത് എന്ന് ഖുർആൻ പറയുന്നു. ലാ തുഫ്സിദു ഫിൽ അർള് ബഅദ ഇസ്ലാഹിഹ. ഭൂമി അതിൻ്റെ ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അതിനെ നശിപ്പിക്കാൻ പോകരുത്. സസ്യലതാദികളെ നശിപ്പിക്കരുത്. ഖുർആൻ പറയാൻ ഇസ്ലാഹ് എന്നാണ് ഖുർആൻ അതിന് ഉപയോഗിച്ച പ്രയോഗം. ഇസ്ലാഹ്, അതിനെ നശിപ്പിച്ചു കളയരുത്. എന്താ അതിനെ നശിപ്പിച്ചാൽ? അതിനെ നശിപ്പിക്കുന്നത് പോലും സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല എന്ന് പറഞ്ഞതാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഖുർആൻ പറയുന്നുണ്ട്, വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയ. ഭൗതിക ജീവിത സംബന്ധിയായി ഒരുപക്ഷെ ചില ആളുകൾ നബി അങ്ങേപ്പോലും അവരുടെ വാക്കുകൾ അത്ഭുതപ്പെടുത്തും. അങ്ങനെ അത്ഭുതകരമായ വർത്തമാനം പറയും. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി. അവരുടെ ഹൃദയാന്തരങ്ങളിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അവർ അള്ളാഹുവിനെ മുന്നിൽ നിർത്തി സത്യം ചെയ്യും, കള്ളസാക്ഷ്യം പറയും. വഹുവ അലദ്ദുൽ ഹിസാബ്. അവൻ വലിയ താർക്കികനാണ്. വഇദാ തവല്ല സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. പക്ഷെ അവൻ പിന്തിരിഞ്ഞു പോകുമ്പോൾ അവൻ ചെയ്യുന്ന പണി എന്താണ്? അള്ളാഹു പറയാൻ, ഇദാ തവല്ല, അവൻ പിന്തിരിഞ്ഞു പോകുമ്പോൾ സആ ഫിൽ അർള്, ഭൂമിയിൽ അവൻ പരിശ്രമിക്കുന്നത് ലിയുഫ്സിദ ഫീഹാ, അവിടെ കുഴപ്പമുണ്ടാക്കാനാണ്. വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, രണ്ടെണ്ണാണ് പറഞ്ഞത്. ഒന്ന് കൃഷിയിടങ്ങളെയും അതുപോലെ തന്നെ ജീവനുകളെയും എല്ലാത്തിനെയും അവൻ നശിപ്പിച്ചു കളയും. കൃഷിയിടങ്ങൾ നശിപ്പിച്ചു കളയും. കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ സസ്യലതാദികൾ എന്ന് പറയുന്നത് എന്താ? ഈ ഭൂമിയുടെ ജീവന്റെ വേരാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞില്ലേ, ഈ ഭൂമിയിലെ ജീവന്റെ വേരാണ് ഈ സസ്യങ്ങൾ. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ. ഞാൻ ആയത്തിനെ പലപ്പോഴും അത്ഭുതത്തോടെ ആലോചിച്ചു പോയിട്ടുണ്ട്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളർ, നമ്മൾ നേരെ അർത്ഥം വെച്ചാൽ ഇങ്ങനൊരു അർത്ഥം കിട്ടും, അതായത് പച്ച മരത്തിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിച്ചവനാണവൻ എന്നാണ്. പക്ഷെ അങ്ങനെ അർത്ഥം വെച്ചാൽ അങ്ങനെ കാര്യങ്ങൾ തീർന്നു പോകൂല. അൽ അഖ്ളർ എന്ന് പറയുന്നതിന് എങ്ങനെയാണ് അറബിയിൽ ഒരു കൃത്യമായൊരു ട്രാൻസ്ലേഷൻ എന്ന് നോക്കണം. ഖളിർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കിട്ടാവുന്നൊരർത്ഥം ക്ലോറോഫിൽ എന്നാണ്. ക്ലോറോഫിൽ എന്താ? ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ഹരിതകണം എന്നാണ്. ഹരിതകണം. ഭൂമിയിൽ ഹരിതകണമുള്ളത് എന്തിലാണ്? പച്ച സസ്യങ്ങളിലാണ്. ഏതു പച്ച? പച്ച എന്ന് പറയുന്ന ആ കളറിനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നനവ് അല്ലെങ്കിൽ ഊഷരം എന്ന അർത്ഥത്തിലല്ല. നല്ല പച്ച, അതായത് ഹരിത നിറമുള്ള അങ്ങനെയുള്ള അത്തരം മരങ്ങളിലാണ്, അത്തരം സസ്യലതാദികളിലാണ് ഈ പറയപ്പെടുന്ന ഹരിതകണങ്ങളുള്ളത്. ആ ഹരിതകണങ്ങളുള്ള മരത്തിൻ്റെ അല്ലെങ്കിൽ സസ്യലതാദികളുടെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, അതിൽ നിന്നാണ് മനുഷ്യൻ്റെ ഊർജം, ഭൂമിയുടെ ഊർജം, ജന്തുക്കളുടെ ഊർജം, അവൻ്റെ അന്നം കിട്ടുന്നത്. ആ ഊർജം കിട്ടുന്നതിന് പ്രത്യേകത എന്താണ്? ആ ഊർജം കിട്ടാനുള്ള പ്രത്യേകത ഭൂമിയിലേക്ക് വരുന്ന സൂര്യരശ്മികളെ പ്രകാശ സംശ്ലേഷണത്തിന് വിധേയമാക്കി അവയെ അന്നജങ്ങളാക്കി ഒരു അടുക്കള പോലെ സൂക്ഷിക്കുന്ന ഒരു വലിയ അടുക്കളയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ഇത്തരം സസ്യലതാദികൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, പടച്ച റബ്ബി ഇങ്ങനെ കൂടി പറഞ്ഞു, ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ. ഇപ്പോഴും നിങ്ങൾ കത്തിക്കുന്നത് അതിൽ നിന്നാണ്. മരങ്ങളിൽ നിന്നല്ലാതെ എന്തിൽ നിന്നാണ് മനുഷ്യൻ കത്തിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു കാറ് കൊണ്ടുപോയി പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്നൊരു ഇന്ധനം അടിക്കുമ്പോൾ, അത് ഡീസലാവട്ടെ, പെട്രോൾ ആകട്ടെ, അല്ലെങ്കിൽ ഏത് പെട്രോളിയം ഉൽപ്പന്നവുമാകട്ടെ, ഏതു ഇന്ധനവുമാകട്ടെ, ആ ഇന്ധനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ജന്തുജാലങ്ങളാകട്ടെ സസ്യലതാദികളാകട്ടെ വർഷങ്ങളും നൂറ്റാണ്ടുകളും യുഗങ്ങളുമെല്ലാം മണ്ണിലടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ഫോസിലുകളിൽ നിന്ന് രൂപീകൃതമാകുന്നത് മാത്രമായി നിൽക്കുന്ന കോളും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി അങ്ങനെ ശേഖരിക്കപ്പെടാൻ പറ്റുമെന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ ഖുർആൻ്റെ ഈ പ്രയോഗം ഒന്ന് ശരിക്കാലോചിച്ച് നോക്കിയേ. ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ. ഇപ്പോഴും നിങ്ങൾ കത്തിക്കുന്നത് അതിൽ നിന്നാണ്. ഇപ്പോഴും കത്തിക്കുന്നത് അതിൽ നിന്നാണ്. ഇനി എന്തെങ്കിലും കത്തിക്കാൻ മനുഷ്യന് സാധിക്കുമെങ്കിൽ അതും ഈ സസ്യലതാദികളിൽ നിന്നു തന്നെയാണ് എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ അത്ഭുതവും കൂടിയാണ് ഏതു കാലത്തെയും കാഴ്ചകൾ. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പറയുന്നത്.
ഈ ഭൂമിയെ നാശോന്മുഖമാക്കിയതിലെ പ്രധാനി ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. അതാണ് ശാസ്ത്രലോകം പറഞ്ഞു വച്ചത്, ഇതൊരു ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ചാണ്. മനുഷ്യകരങ്ങളാൽ സൃഷ്ടമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ്. ഈ ഇക്കോളജിയെ, ഈ വ്യവസ്ഥിതിയെ, ഈ ആവാസ സംവിധാനത്തെ നശിപ്പിച്ചതിൻ്റെ കരം അത് മനുഷ്യൻ്റെ കരമാണ്. അതുതന്നെയാണ് വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞു തന്നതും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലും കരയും നാശോന്മുഖമായി കഴിഞ്ഞു. ബിമാ കസബത്ത് ഐദിന്നാസ്, കരത്തിൻ്റെ പ്രവർത്തനം മൂലം എന്ന്. മനുഷ്യ ചെയ്തികൾ, മനുഷ്യ പ്രവൃത്തികൾ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയും കൂടി തിരിഞ്ഞു നോക്കണമെന്ന് പറയാനാണ്. ഈ ചൂട് കൂടുമ്പോൾ രണ്ടു കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എല്ലാ കുഴപ്പവും മനുഷ്യനുണ്ടാക്കാൻ. ഇവിടെ ചൂട് കൂടുമ്പോൾ ഈ രാജ്യം മുഴുവനും വലിയ ചൂടിലാണ്. അപ്പോഴോ മനുഷ്യൻ്റെ മനസ്സുകളെ മതിലുകെട്ടി വിഭജിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പോലും എന്തൊക്കെ വിളിച്ചു പറയാം. എല്ലാം കുഴപ്പമാണ്, എല്ലാം കുഴപ്പമാണ്. ഈ വൈര്യവും വിദ്വേഷവും പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയാൻ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കൂല എന്ന് പറയുന്ന ഭരണഘടനയെ നിർത്തുന്ന ഒരു ഭരണാധികാരി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് അതിക്രമങ്ങൾ. അപ്പോൾ ആത്മീയമായ അതിക്രമമാകട്ടെ, ധാർമ്മികമായ അതിക്രമമാകട്ടെ, മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമെന്ന് പറയാവുന്ന വിധം അവൻ കയ്യും കണക്കുമില്ലാതെ ഈ ഭൂമിയെ, ആ ഭൂമിയുടെ നെഞ്ചും കൂടിനെ അടിച്ചു അതിനെ പാകപ്പെടുത്തിയും അതിനെ പൊട്ടിപ്പൊളിച്ചും നടത്തുന്ന അതിക്രമങ്ങളാകട്ടെ, എല്ലാ അതിക്രമങ്ങളുടെയും സമഗ്രമായൊരു വർത്തമാനമാണ് പടച്ചതമ്പുരാൻ പറഞ്ഞ ബിമാ കസബത്ത് ഐദിന്നാസ്. എല്ലാ അതിക്രമങ്ങളുടെയും സമഗ്രമായ ഒരു വാക്കാണിത്. മനുഷ്യകരം ചെയ്തിട്ടുള്ള എല്ലാത്തരം തിന്മയും, ആ തിന്മ കൊണ്ട് ഈ ഭൂമിയും ആകാശവും, അല്ല കടലും കരയും നാശോന്മുഖമാണ്. അവിടെ ചെയ്യാവുന്ന നന്മകൾ, ഒന്ന് തിരിച്ചു വരാനുള്ള ശ്രമം നടക്കലാണ്. ഏതാ തിരിച്ചു വരൽ? ചൂട് കൂടുമ്പോൾ സ്വഹാബത്ത് ചെയ്തിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് ഇസ്തിഗ്ഫാർ കൂട്ടിയിരുന്നു എന്നാണ്. എല്ലാത്തരം ജന്തുജാലങ്ങളെയും ചേർത്തു നിർത്തുകയും ചെയ്തിരുന്നു എന്നാണ്. എന്താ കാര്യം? ഈ ഭൂമിയിലെ എല്ലാ നാശങ്ങളിലും ഒരു കാര്യവും കൂടി നമ്മൾ ഉറപ്പിച്ചോളൂ. ഭൂമിയിലെ നാശം കൂടുമ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ ജന്തുവർഗങ്ങളെ വളരെ നിസ്സാരമായിട്ടല്ല കാണേണ്ടത്. അതുപോലും വലിയ അർത്ഥത്തിലുള്ള ഒരു ഭീകരമായ ദുരന്തമായി കണ്ടവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. ജറാദ്, വെട്ടുകിളി ഒരു കാലത്ത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം, അതായത് ഖിലാഫത്തിൻ്റെ പ്രദേശങ്ങളിൽ എവിടെയും അത് കാണുന്നില്ല എന്നൊരു റിപ്പോർട്ട് വന്നു. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ ഭീതി പൂണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു അതിന് അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കണം, ഈ ഇക്കോസിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് വരുമ്പോൾ അതു സംബന്ധിച്ച് വല്ലാത്ത ഭീതിയിൽ നിന്നിരുന്നവർ ഇന്നുള്ളവരല്ലായിരുന്നു, അന്നുള്ളവരാണ്. വെട്ടുകിളിയെ കാണാത്തതിൻ്റെ പേരിൽ ഒരു ഭരണാധികാരി എന്തിനു പേടിക്കണം? പക്ഷേ അങ്ങനെ ഇറാഖിൻ്റെ ഭാഗങ്ങളിൽ വെട്ടുകിളി ഉണ്ടെന്നറിയുമ്പോൾ വംശനാശം സംഭവിച്ചിട്ടില്ലല്ലോ അതിന്, അല്ലാഹു അക്ബർ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വംശനാശം വരാവുന്ന ഘട്ടം വന്നാൽ ഖിയാമത്ത് നാൾ അടുത്തു വന്നിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓരോ ജീവജാലങ്ങളുടെയും വംശനാശ ഭീഷണി പോലും അന്ത്യനാളിൻ്റെ കാഹളമൂതാനുള്ള ലക്ഷണമാണ് എന്ന് പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഉണ്ടാകണം അതിൻ്റേതായ ചില പ്രത്യേകതകൾ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും, ഇവിടെ ഈ ഭൂമിയിലുള്ള സകലതും, അതെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഉമമും അംസാലുക്കും എന്നാണ്. നിങ്ങളെപ്പോലത്തെ ഉമ്മത്തുകളാണ്. കടിക്കുന്ന നായകളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ, അവയെ കൊല്ലാൻ ഞാൻ പ്രത്യേകം ഓർഡർ ചെയ്യുമായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അവ നിങ്ങളെപ്പോലെ ഒരു സമുദായമാണ് എന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറുമ്പും കൂട്ടങ്ങൾ ഇങ്ങനെ പോകുന്ന കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത വരൾച്ചയുടെ ഒരു ഘട്ടത്തിൽ ആളുകളെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ട് അവിടെ ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിന് വേണ്ടി ആലോചിക്കുന്ന മഹാനായ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം നോക്കുന്നത് ഒരു ഉറുമ്പ് ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ്. ഇനി അതൊക്കെ ഏത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കണമെന്നും വിചാരിക്കേണ്ട, എല്ലാം അതിലേക്ക് വലിച്ചു കിട്ടാനൊന്നും അല്ല ഞാൻ പറയുന്നത്.
മഹാനായ സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന നബിയ്യം മിനൽ അംബിയായി, പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ, ഖാല ജംഉൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, ഹുവ സുലൈമാനു സല്ലല്ലാഹു അലൈഹി അലാ നബിയ്യിനാ അലൈഹി വസല്ലം, അത് സുലൈമാൻ നബി അലൈഹിസ്സലാമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഖറജ യസ്തസ്ഖി, അവർ ഈ പറയപ്പെടുന്ന മഴ തേടാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുറത്തിറങ്ങി, ആളുകളെ കൂട്ടി. ഫഇദാ ഹുവ ബിനംലത്തിൻ റാഫിഅത്തിൻ ബഅദ ഖവാഇമിഹാ ഇലസ്സമാ, അപ്പോൾ ഒരു ഉറുമ്പ് അതിൻ്റെ 2 കാലുകളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഫഖാല, അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇർജിഉ ഫഖദ് ഉസ്തുജീബ ലക്കും മിൻ അജ്ലി ശഅനിൻ നംല, ഈ കൊച്ചു ജീവി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് തിരിച്ചു പൊക്കോളൂ എന്ന് തൻ്റെ അനുയായികളോട് പറഞ്ഞുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതൊക്കെ എന്തിനാ പഠിപ്പിച്ചു തരുന്നത്? ഒരു ജീവിയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെറുതല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാം. ഒരു ജീവി, ഉറുമ്പിന് ഉറുമ്പിൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് മാത്രമല്ല, ഉറുമ്പ് വലിയൊരു പാഠമാണെന്ന് പഠിപ്പിച്ചതല്ലേ ഖുർആൻ. ഉറുമ്പ് എന്നൊരു കൊച്ചു ജീവിയെക്കുറിച്ച് ഒരു വലിയ അധ്യായം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അത്രമേൽ വലിയൊരു കുടുംബ ജീവിതത്തിൻ്റെ, ഒരു സുവ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സമൂഹ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉറുമ്പും കൂട്ടങ്ങൾ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു. ഇന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ പഠനങ്ങൾ വരും. തേനീച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വലിയ അത്ഭുതമാണ് തേനീച്ച. വഔഹാ റബ്ബുക ഇലൻ നഹൽ, തേനീച്ചക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വഹീ നൽകി. എന്താ വഹീ? അതിന് ചില പ്രത്യേക ബോധനം നൽകി. ആ ബോധന പ്രകാരം അത് അതിൻ്റെ റാണി, വൗഹാ റബ്ബുക ഇലൻ നഹൽ, അവിടെ പറഞ്ഞു വെച്ചത് തേനീച്ചയുടെ റാണിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് അവിടെ മുഴുവൻ സംബോധനയും സ്ത്രീലിംഗ പ്രയോഗത്തിലാണ്. കുലി വഷ്റബി എന്നൊക്കെയാണ്, വസുലുക്കി, ആ പ്രയോഗമൊക്കെ വലിയ അത്ഭുതമാണ്. തേനീച്ചയുടെ റാണിയാണ് ഈ തേനീച്ച കൂട്ടങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് ആധുനിക ശാസ്ത്ര പഠനങ്ങൾ വരുമ്പോൾ ആ തേനീച്ചയുടെ റാണിയോട് തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതായത് അറബി അറിയുന്ന ആർക്കും അറിയാനാകും, ആ സംബോധനാ ശൈലി സ്ത്രീലിംഗ പ്രയോഗത്തിൽ നിന്നുകൊണ്ടുള്ള സംബോധനാ ശൈലിയാണ്. അതായത് വകുലി വഷ്റബി വസുലുക്കി സുബുല റബ്ബിക്കി, എങ്ങനെ മുഴുവൻ, എങ്ങനെ നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ വളരെ വിനയത്തോടെ പ്രവേശിച്ചോളൂ. നീ നിൻ്റെ അനുയായികളായിട്ടുള്ള ഈ സമൂഹത്തെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കോളൂ. അതുപോലെ തന്നെ നീ കൊണ്ടുപോയി നിങ്ങൾ അതുപോലെ പിന്നെ ജനങ്ങൾ പാർക്കുന്നിടത്തും അതുപോലെ പർവ്വതങ്ങളിലും മരങ്ങളുടെ ശിഖരങ്ങളിലും കൂടുകൾ ഉണ്ടാക്കിക്കോളൂ എന്ന് ഖുർആൻ പറയുന്നു. ഇത്തഖിദി, എല്ലാ പ്രയോഗം അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറഞ്ഞു തരാൻ. അപ്പോൾ ഈ ഭൂമിയിലെ ഈ മനുഷ്യജീവിതത്തിൻ്റെ കേവല ആവാസ വ്യവസ്ഥിതിയെ മാത്രമല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നത്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്, മറിച്ച് ഈ ഭൂമിയിലെ സകലതിനെയും കൂടി ചേർത്ത് വെക്കുന്ന ഒരു ആവാസ സംവിധാനമാണ്. അങ്ങനെ ഒരു സിസ്റ്റമാണ്. അവിടെ ഉറുമ്പുണ്ട്, അവിടെ തേനീച്ചയുണ്ട്. എന്തിൻ്റെ വംശനാശത്തെയും കുറിച്ച് നിങ്ങൾ ഭീതിയോടെ കാണണം എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയുടെ മരണമണി മുഴങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ ഒരു മഹാനായ കവി ഭൂമിയുടെ മരണമണിയെക്കുറിച്ച് തന്നെ എഴുതിയ ഒരു മനോഹരമായ കവിതയുണ്ട്. ആസന്ന മരണസ്ഥയായി കിടക്കുന്ന ഭൂമിയെക്കുറിച്ചാണ് ONV പറഞ്ഞു വച്ചത്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം എന്നാണ്. മരിക്കാൻ പോകുന്ന ഭൂമിയെക്കുറിച്ചാണ് ONV പറഞ്ഞത്. ONV കുറിപ്പ്. ഇതു നിന്റെ എൻ്റെയും മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ, ഉയിരറ്റ നിൻ മുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കില്ലാരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു എന്നാണ്. മരിച്ചു പോകുന്ന ഭൂമിക്ക് വേണ്ടി ഉദകക്രിയ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ചിന്തയെ ആ രീതിയിൽ അതിന് ബലിയർപ്പിക്കാൻ, തർപ്പണം ചെയ്യാൻ, ഉദയക്രിയ ചെയ്യാൻ ഞാനുണ്ടാവില്ല എന്ന് ആ കവി പറഞ്ഞിട്ട് മരിച്ചുപോയി. ഞാൻ ശേഷിക്കൂല എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ആരും ശേഷിക്കൂല എന്നാണ്, തലമുറകൾ അവസാനിച്ചു പോകുന്നതാണ്. പക്ഷെ റസൂല് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ
ഭൂമിയുടെ മരണമണി മുഴങ്ങുന്നു എന്ന് കേട്ടാലും നിരാശപ്പെടരുത്. നിങ്ങളപ്പോഴും ഒരു മരം നട്ടോളൂ, ജീവിക്കാൻ ഒരു ജനതയ്ക്ക് അതുകൊണ്ട് സാധ്യമാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പറയപ്പെടുന്ന ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള എല്ലാ ചർച്ചയിലും എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മരം നടൂ എന്ന് പറയാനാണ്. എന്നാൽ അത് പറഞ്ഞു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൈദാ സമയത്തും ബിദ്ദജ്ജാൽ വൈദാ സമയ അഹദുക്കും ബിദ്ദജ്ജാൽ. പല റിവായത്തുകളാണ്. നിങ്ങൾ ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ, നിങ്ങളിൽ ഒരാൾ ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ, വഫീ യദി അഹദിക്കും ഫസീലത്തുൻ, അപ്പോൾ നിങ്ങളുടെ കൈകളിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെടിത്തണ്ടുണ്ടെങ്കിൽ ഫല്യഗ്രിസ്ഹാ, അത് കൊണ്ടുപോയി നടട്ടെ. അലാ ഇന്ന ലിന്നാസി ഐശൻ ബഅദ, ശേഷം ഒരു ജനതയ്ക്ക് ജീവിക്കാൻ അത് മതിയാകും എന്ന് പഠിപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫല്യഗ്രിസ്ഹാ അലാ ഇന്ന ലിന്നാസി ഐശൻ ബഅദ, ശേഷം ഒരു ജനതയ്ക്ക് ജീവിക്കാൻ പറ്റും. കൂനി നടക്കുന്ന ഒരു സ്വഹാബിയെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാൻ, എന്തിനാ ഇപ്പോൾ ഈ പണി ചെയ്യുന്നത്? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മരണം തൊട്ടടുത്ത് നിൽക്കുന്ന വാർദ്ധക്യത്തിൻ്റെ സായാഹ്നത്തിൽ അപ്പോൾ ആ സ്വഹാബി വര്യൻ ചെയ്യുന്നത് ചെടി നടലാണ്. അപ്പോൾ പറഞ്ഞു, എനിക്കു ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ചെടി നട്ടു, ഒരു മരം നട്ടു, അതിൻ്റെ ഫലങ്ങൾ പാകമായി അതാരും കൊണ്ടുപോയാലും, മൃഗങ്ങൾ കൊണ്ടു തിന്നാലും, അല്ലെങ്കിൽ മോഷ്ടാക്കൾ പറിച്ചെടുത്താലും, പക്ഷികൾ കൊത്തി തിന്നാലും എല്ലാം സദഖയാകുന്നുവെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അതിനേക്കാൾ വലുതായി പ്രപഞ്ചത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സദഖയാണ് മരം നടലെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിനെയൊക്കെ നമുക്ക് നമ്മളുടേതായ വഴിയിലൂടെ തീർക്കേണ്ടതുണ്ട്. ഇസ്തിസ്ഖായിൻ്റെ, അതായത് മഴ തേടിയുള്ള പ്രാർത്ഥനകൾ നടക്കേണ്ട സമയത്ത് ഏറ്റവും വലിയ ഒരു കാര്യമായി ഒരുങ്ങേണ്ടതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളൊരു കാര്യവും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി പറഞ്ഞു തന്നിട്ടുള്ളൊരു പ്രധാന കാര്യം ഇതാണ്: ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. അസ്തഗ്ഫിറുല്ലാഹ്. എന്താ ഇസ്തിഗ്ഫാറിൻ്റെ പ്രത്യേകത? നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ ഭൂമിയിൽ എന്താ മാറ്റം ഉണ്ടാവാന്നായിരിക്കും ചോദ്യം. ഭൂമിയുടെ മാറ്റത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ കോസ്മിക് സോൾ എന്ന് പറയുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പടച്ച റബ്ബുമായുള്ള ബന്ധത്തിൽ നിന്നാണ് മോമിനീങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ ഐശ്വര്യവും പ്രപഞ്ചത്തിൻ്റെ നന്മയുമെല്ലാം. അങ്ങനെ വരുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ തന്നെ പറയുന്നു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ എൻ്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇന്നഹു കാന ഗഫാറ, അള്ളാഹു ധാരാളം പൊറുക്കുന്നയാളാണ്. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താലോ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മഴ പെയ്തു തരും എന്നാണ് പരിശുദ്ധ ഖുർആൻ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, മഴ പെയ്യും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഓരോ തെറ്റിനെയും കുറിച്ചുള്ള വേദനയുള്ള ഒരു വലിയ ഒരു തേട്ടം, അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്ന് മഴ തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്തിലും മക്കളിലുമെല്ലാം അല്ലാഹു സഹായം ചെയ്യും. വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് അരുവികൾ മനോഹരമായി ഒഴുക്കിത്തരും എന്നാണ്. ഭാരതപ്പുഴ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, അത് വറ്റി വരണ്ടു നിൽക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മയുടെ സ്തനകുംഭം വറ്റിയിട്ട് വരണ്ടു നിൽക്കുന്ന പോലെ കേരളമെന്ന് പറയുന്ന ഈ ദേശത്തിൻ്റെ ഒരുപാട് മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും അമൃതായി കൽപ്പിക്കപ്പെട്ടിരുന്ന ആ നദി വറ്റി വരണ്ടുപോയി. അങ്ങനെ ഓരോ നദികളും വരണ്ടു പോകുന്നു. അവിടെയാണ് ഖുർആൻ്റെ പ്രയോഗം, ആകാശം പെയ്യും, ഭൂമിയിൽ വീണ്ടും ഐശ്വര്യം കിളിർത്തു പൊങ്ങും. എന്തു ചെയ്യണം? അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തണം, ഇസ്തിഗ്ഫാർ ചെയ്യണം.
അല്ലാഹുമ്മ അഗീത്നാ ഗീസൻ മുഗീസ. അള്ളാഹു നമുക്ക് നല്ല മഴ തരട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ഹൃദയത്തെയും ഈ ഭൂമിയെയും തണുപ്പിക്കുന്ന മഴ തന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. റഹ്മുർ-റഹീമീനായ റബ്ബേ, നിൻ്റെ മുമ്പിലേക്ക് കൈയുയർത്തിയിട്ട് ഇതൊക്കെ പറയാനുള്ള ഒരു അർഹതയുമില്ലാത്ത വിധം പാപികളായിരിക്കാം. പക്ഷേ നിൻ്റെ ഈ ഭൂമിയിലെ നിഷ്കളങ്കരായ കുറേ മനുഷ്യർ, കുറേ ജീവജാലങ്ങൾ, കുറേ പാവപ്പെട്ട വൃദ്ധന്മാർ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ലൗലാ ശബാബുൻ ഖുശ വബഹാഇമു റുത്ത വശുയൂഖുൻ റുക്ക, ചില നല്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാർ, അതുപോലെ തന്നെ നിരന്തരം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കുന്ന മറ്റൊന്നും അറിയാത്ത വിധം ജീവിക്കുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ വശുയൂഖുൻ റുക്ക, സദാ സുജൂദിലും റുക്കൂയിലുമായിരിക്കുന്ന നമസ്കാരത്തിലായിരിക്കുന്ന വൃദ്ധജനങ്ങൾ, അവരെല്ലാം ഇല്ലായിരുന്നുവെങ്കിൽ വാത്ഫാലുൻ റുല്ല, മുല കുടിക്കുന്ന കുഞ്ഞുമക്കളും ഇല്ലായിരുന്നുവെങ്കിൽ ലസുബ്ബ അലൈക്കുമുൽ അദാബു സബ്ബാ, നിങ്ങൾക്കുമേൽ വലിയ വലിയ അദാബുകൾ ഇങ്ങനെ മഴ പോലെ പേമാരി പോലെ പെയ്യുമായിരുന്നു എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത്തരം വലിയ വലിയ ഭീകരമായിട്ടുള്ള അദാബുകളുടെ കാലം അർഹമുർ-റഹീമീനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് തട്ടി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്. കൂടുതൽ ഈ സമയങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായി പടച്ചവനെ ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് എല്ലാത്തരം പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിൻ്റെ കാരുണ്യത്തിൻ്റെ മഴ പോലെ തന്നെ ഭൂമിയിലേക്ക് നിൻ്റെ സ്വർഗീയമായ മഴ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഴ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ഭീകരമായ ചൂടിങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ കടലും കരയും കത്തിപ്പോകാവുന്ന ചൂടിലേക്ക് ഞങ്ങളുടെ നാടിനെ, അതുപോലെ തന്നെ ലോകത്തെയും തന്നെ, ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥിതിയെ തന്നെ മാറ്റുമ്പോൾ അല്ലാഹ്, ഭീകരമായ വലിയ വലിയ ഭീഷണികളാണ് വരുന്നത്. സാമ്പത്തികമായി, സാമൂഹികമായി, അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള മഹായുദ്ധങ്ങൾക്ക് പോലും കാരണമാകുന്ന വിധം വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലേക്ക് ഈ ലോകത്തെ നീ എടുത്തെറിയരുതേ തമ്പുരാനെ. ഞങ്ങൾ മനുഷ്യർ ചെയ്തു പോയിട്ടുള്ള എല്ലാ പ്രവൃത്തികളുടെയും ദോഷങ്ങളാൽ റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിലെ അദാബുകളെ നീ ഇറക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. ഭൂമിയെ നനപ്പിക്കുന്ന മഴ തരണേ അല്ലാ. ഹൃദയങ്ങളെ കുളിർപ്പിക്കുന്ന മഴ തരണേ അല്ലാ. ജീവജാലങ്ങൾക്ക് സുഖമായി വാഴാൻ കഴിയുന്ന മഴ തരണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കുകയും ചെയ്യണേ അല്ലാ. ഹൃദയങ്ങളുടെ നന്മകൾ കൊണ്ട് മാത്രമായി നിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നീ ഞങ്ങളിലേക്ക് നോക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ. എല്ലാ കെടുതികളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഒരു ഭാഗത്ത് മഴക്കെടുതിയും ഇവിടെ ഇപ്പോൾ ഊഷരമായ വലിയ ഭീകരമായിട്ടുള്ള കാലാവസ്ഥയും. അല്ലാഹുവേ, എവിടെയൊക്കെയാണോ വലിയ വലിയ പ്രശ്നങ്ങൾ, ചിലയിടങ്ങളിൽ ഭൂമി കുലുക്കങ്ങൾ, ചിലയിടങ്ങളിൽ നിന്ന് ഭൂമി തന്നെ താഴോട്ട് പോകുന്ന അഗാധ ഗർത്തങ്ങളുടെ രൂപീകരണം, ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ ഇത്തരം വ്യതിയാനങ്ങളിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ കാര്യങ്ങളിലും സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പ്രവാസ ലോകത്തുണ്ട്, ഇവിടെയുമുണ്ട്. നിങ്ങളെപ്പോഴും അതൊന്ന് പ്രത്യേകം ഓർക്കണം. ഇവിടേക്ക് പ്രത്യേക സഹായങ്ങൾ നൽകണം. ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവർക്കുള്ള സൗകര്യങ്ങൾ, അവരുടെ ഭക്ഷണാവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ അതെല്ലാം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്നവരുണ്ട്. സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കട്ടെ. അങ്ങനെയുള്ള പ്രത്യേകം അങ്ങനെയൊക്കെ ചെയ്യുന്ന സഹോദരന്മാരെ അർഹമുർ-റഹീമീനായ റബ്ബ് സഹായിക്കട്ടെ. അതുപോലെ വളരെ പ്രധാനമായും ഈ വരുന്ന 7-ാം തീയതി ഇവിടെ ഹജ്ജ് ക്ലാസ് നടക്കുന്നുണ്ട്. ഹാജിമാരായിട്ടുള്ള ആളുകൾക്കും ഇനി ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പങ്കെടുക്കാം. പ്രത്യേകിച്ചും ഹാജിമാരായി പോകാൻ ആഗ്രഹിക്കുന്ന ഈ വർഷത്തെ ഹാജിമാർക്കുള്ള ക്ലാസ്സാണ്. പ്രത്യേകം എല്ലാവരോടും അത് പറയുകയും അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും, അതായത് ഹാജിമാരായിട്ടുള്ള സുഹൃത്തുക്കൾ, വരാൻ പോകുന്ന പരിശുദ്ധ ഹജ്ജിൽ പങ്കെടുക്കുന്ന ഹാജിമാർ അവരൊന്ന് പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ അസാസിൻ്റെ അഡ്മിഷൻ ഇൻഷാ അല്ലാ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാ അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ 10 പാസ്സായിട്ടുള്ള കുട്ടികളെ ഇങ്ങനൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയിക്കുകയും പ്രത്യേകിച്ചും ഇവിടെ +2 മുതൽ അതുപോലെ ഡിഗ്രി PG തലം വരെയുള്ള പഠനങ്ങളും അതോടൊപ്പം തന്നെ ശരീഅ സംബന്ധമായിട്ടുള്ള കിതാബുകളെ പാരമ്പര്യ അനുസൃതമായി ഓതുകയും ചെയ്യുന്ന, ഒപ്പം ഈ ഇതര ഭാഷകളിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും സംസ്കൃതത്തിലും എല്ലാത്തിലും പ്രാവീണ്യം നേടിക്കൊടുക്കാൻ കഴിയുന്ന ആ രീതിയിലൊരു സ്കിൽഡായിട്ടുള്ള ഒരു പണ്ഡിത വിഭാഗത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കരിക്കുലമാണ്
നിങ്ങളങ്ങനെ പ്രത്യേകം താല്പര്യത്തോടു കൂടി അതിനെക്കുറിച്ച് പറയണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. തലപ്പള്ളി താലൂക്ക് നരിയമ്പള്ളി റഷീദ് മകൾ ഫെമിനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.